Hello, my dear children. We shall take up a new topic, a very important topic, that is express and implied conditions and warranties, section 14 to 17. Express and implied conditions and warranties. നമുക്ക് ആദ്യം എക്സ്പ്രസ് കണ്ടീഷൻസ് എടുക്കാം. എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ഓറലോ റിട്ടേൺ ആയിട്ട് വ്യക്തമാക്കിയത്. അപ്പം നമ്മൾ കരാറിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്ക് നമുക്ക് കരാറിൽ തന്നെ എഴുതും. ഇതിങ്ങനെ വേണം, എനിക്കിങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് എഴുതും ഒരു ചരക്ക് വാങ്ങുന്ന സമയത്ത്. അപ്പോൾ അതിനാണ് എക്സ്പ്രസ്. എഗ്രീഡ് ബിറ്റ്വീൻ ദ പാർട്ടീസ് അറ്റ് ദ ടൈം ഓഫ് ദ കോൺട്രാക്റ്റ്. രണ്ട് പാർട്ടീസും എഗ്രി ചെയ്ത് ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ലി പ്രൊവൈഡഡ് ഇൻ ദ എക്സ്പ്രസ്ലി എന്ന് പറഞ്ഞാൽ പ്രകടമാക്കിയിട്ടുണ്ട്. അതിൽ തന്നെ എഴുതിയിട്ടോ വാക്കാലോ എങ്ങനെയെങ്കിലും പ്രകടമാക്കിയിട്ടുണ്ട്. അതാണ് എക്സ്പ്രസ് കണ്ടീഷൻ. എന്താ ഇംപ്ലൈഡ് കണ്ടീഷൻ? ഇംപ്ലൈഡ് കണ്ടീഷൻസ് പറഞ്ഞാൽ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ പരീക്ഷയ്ക്ക് വരെ ഇംപ്ലൈഡ് കണ്ടീഷൻസാണ്, എക്സ്പ്രസ് വരില്ല. ഇംപ്ലൈഡ് കണ്ടീഷൻസാണ് വിച്ച് ആർ പ്രിസ്യൂംഡ് ബൈ ലോ. അതാണ് നമ്മൾ എഴുതേണ്ടത്, പ്രിസ്യൂംഡ് ബൈ ലോ. ഇംപ്ലൈഡ് കണ്ടീഷൻസ് ആർ ദോസ് പ്രിസ്യൂംഡ് ബൈ ലോ. അതായത് നമ്മൾ എഴുതുന്നില്ല, പറയുന്നില്ല, പക്ഷേ നിയമം അത് അനുമാനിക്കപ്പെടുന്നു. നിയമത്താൽ നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും എഴുതിയിട്ടില്ലെങ്കിലും അത് അണ്ടർസ്റ്റുഡാണ്. ആ കരാറിൽ അതുണ്ട്, നിയമം പറയുന്നു അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്, പ്രിസ്യൂം ബൈ ലോ. നിങ്ങളത് മാത്രമേ ഇംപ്ലൈഡ് കണ്ടീഷൻസ് വിച്ച് ആർ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പ്രിസ്യൂംഡ് ബൈ ലോ, നിയമം അനുമാനിക്കും. അപ്പോൾ നമ്മളതനുസരിക്കണം, വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും അതനുസരിക്കണം. അപ്പോൾ നമുക്ക് ചോദ്യം എങ്ങനെയാണ് കുട്ടികളെ വരിക? വാട്ട് ആർ ദ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ നന്നായി പഠിക്കണം, കുറച്ച് ടഫാണിത്. വാട്ട് ആർ ദ ഇംപ്ലൈഡ് കണ്ടീഷൻസ് ഇൻ എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ? ചിലപ്പോൾ അവർ എല്ലാം എഴുതും 4 ഇംപ്ലൈഡ് കണ്ടീഷൻസ് ഒക്കെ പറയും. ഇപ്പോൾ 4 മാർക്ക് 4 ഇംപ്ലൈഡ് കണ്ടീഷൻ മുഴുവനായിട്ട് ചിലപ്പോൾ ചോദിക്കണം എന്നില്ല. പിന്നെ ഓക്കെ, അപ്പോൾ കുറച്ച് വലിയ ആൻസറായത് കാരണം. അപ്പം ഒന്നാമത് കണ്ടീഷൻ ആസ് ടു ടൈറ്റിൽ. എന്താ പറയുക? ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ അവകാശം എന്നർത്ഥം. അപ്പോൾ ഒരാളൊരു സാധനം വിൽക്കുന്ന ആൾക്ക് അതിൻ്റെ ടൈറ്റിൽ വേണ്ടേ? ഇപ്പം ഞാൻ ഈ വാച്ച് നിങ്ങൾക്ക് വിൽക്കുകയാണെങ്കിൽ നിങ്ങളെന്താ വിചാരിക്കുക? അതെൻ്റെ വാച്ചാണ്, നിങ്ങൾ അനുമാനിക്കല്ലേ? അപ്പോൾ നിയമത്തിൻ്റെ അനുമാനം, ഒരു സാധനം ഒരാൾ വിറ്റാൽ നിയമം അനുമാനിക്കുന്നത് അയാൾക്ക് അതിൽ അവകാശമുണ്ട്, അയാളാണ് അതിൻ്റെ ഓണർ. അതാണ് കണ്ടീഷൻ ആസ് ടു ടൈറ്റിൽ. നമ്മൾ എഴുതേണ്ടത് സെക്ഷൻ 14. ഇൻ എവറി കോൺട്രാക്ട് ഓഫ് സെയിൽ the first implied condition is number 1, in the case of sale the seller has got a right to sell the goods. സെയിൽ ആണെങ്കിൽ ഒരു വിൽപ്പനയാണെങ്കിൽ വിൽക്കുന്ന ആൾക്ക് ആ സാധനം വിൽക്കാനുള്ള അവകാശമുണ്ട്. ഹി ഹാസ് എ റൈറ്റ് ടു സെൽ ദ ഗുഡ്സ്. രണ്ടാമത്തെ പോയിൻ്റായിട്ട് എഴുതുന്നത് ഇൻ കേസ് ഓഫ് എഗ്രിമെൻറ്റ് ടു സെൽ. നിങ്ങൾ വെറും വിൽപ്പന ഉടമ്പടി മാത്രമാണ് ഉണ്ടാക്കിയതെങ്കിൽ, എഗ്രിമെൻറ്റ് ടു സെൽ ആണെങ്കിൽ എപ്പോഴാണോ അത് വിൽക്കാൻ പോകുന്നത്, അപ്പോൾ അടുത്ത മാസം 30-ാം തീയതി വിൽക്കുക, അപ്പോഴേക്കും സെല്ലർക്ക് അതിൽ അവകാശം ലഭിച്ചിരിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ കമ്പനി ഉണ്ടാക്കുന്ന 100 മോൾഡഡ് ചെയർസ് 100 പ്ലാസ്റ്റിക് കസാല നിങ്ങൾക്ക് വിൽക്കാമെന്ന് പറയാം. എന്നാൽ ഞാൻ പറയുന്നത് അടുത്ത മാസം വിൽക്കാമെന്ന് പറയാം. അടുത്ത മാസം 30-ാം തീയതി ആകുമ്പോൾ നിങ്ങളുടെ ഹാളിലേക്ക് സപ്ലൈ ചെയ്യാം. പക്ഷേ ആ സമയമാകുമ്പോഴേക്കും ഞാൻ ഉണ്ടാക്കിക്കഴിഞ്ഞ് അതിലെനിക്ക് അവകാശം ലഭിച്ച് ആ അവകാശമാണ് ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത്. So that is in the case of an agreement to sell, he will have a right to sell the goods. He will have a right to sell at the time when the property is to pass. Property pass ചെയ്യുന്നപ്പോഴാണ് അടുത്ത മാസം 30-ാം തീയതി. ആ സമയമാകുമ്പോഴേക്കും ഐ വിൽ ഹാവ് എ റൈറ്റ് ടു സെൽ ദ ഗുഡ്സ്. എനിക്ക് പ്രോപ്പർട്ടിയിൽ അവകാശം ലഭിക്കും. കസാല ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ കമ്പനിയാണ്, എൻ്റെ കസാലയാണ്, എനിക്ക് അതിൽ ഓണർഷിപ്പ് ലഭിക്കും. ഓണർഷിപ്പ് നിങ്ങൾക്ക് അടുത്ത മാസം 30-ാം തീയതി ആകുമ്പോഴേ കൈമാറും. അപ്പോൾ അതാണ് എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടീഷൻസ് ടു ടൈറ്റിൽ 2 പോയിൻ്റാണ് എഴുതുന്നത്. In the case of sale, the seller has got a right to sell the goods. In the case of agreement to sell, the seller will have a right to sell the goods by the time the property is to pass. അപ്പോൾ ഈ കസാലം 100 ഉണ്ടാക്കി അടുത്ത മാസം റെഡിയായി, എനിക്ക് അതിൽ അവകാശം ലഭിച്ചു. ആ അവകാശം നിങ്ങൾക്ക് അടുത്ത മാസം ഞാൻ കൈമാറുന്നു. പിന്നെ അടുത്തത് സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ. അതിലെന്താ നിങ്ങൾ എഴുതേണ്ടത്? സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ. നേരത്തെ കണ്ടീഷൻസ് ടു ടൈറ്റിൽ തന്നെ ഇപ്പോൾ ഒരാൾ കട്ടുകൊണ്ടുവന്ന് വിൽക്കുന്ന സാധനമാണെന്ന് വിചാരിച്ചോളൂ. ഒരാൾ ഒരു കാറ് കട്ടുകൊണ്ടുവന്ന് നിങ്ങൾക്ക് വിറ്റു, നിങ്ങൾ വാങ്ങി, നിങ്ങൾക്കൊന്നും അറിയില്ല. പക്ഷേ നിങ്ങൾ കാർ ഓടിച്ചുമ്പോൾ അതിൻ്റെ ട്രൂ ഓണർ അതിനെ കണ്ടുപിടിച്ച് കാറ് പിടിച്ചു വെച്ചു, അയാൾക്ക് കൊടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ സെല്ലർക്ക് റൈറ്റില്ല, ടൈറ്റിലില്ല, സെല്ലർ കട്ടുകൊണ്ടുവന്ന് വിറ്റതാണ്. അപ്പം അതിൻ്റെ ട്രൂ ഓണർ വന്ന് ഇതെൻ്റെ കാറാണെന്ന് പറഞ്ഞു, യു വിൽ ഹാവ് ടു ഗിവ് ബാക്ക് ദ കാർ ബിക്കോസ് ദ സെല്ലർ ഹാഡ് നോ ടൈറ്റിൽ. അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് വേറെ സെല്ലറുടെ പേരിൽ കേസ് കൊടുക്കേണ്ടി വരും.
അപ്പോൾ റിട്ടേൺ ചെയ്തിട്ട് ആ പ്രൈസ് നിങ്ങൾ കൊടുത്ത പ്രൈസ് നിങ്ങൾക്ക് ആരാണോ വിറ്റത് ആ സെല്ലറിന് നിങ്ങൾക്ക് വസൂലാക്കിയെടുക്കാം, കേസ് കൊടുത്ത് വസൂലാക്കിയെടുക്കാം. രണ്ടാമത്തെ പോയിൻ്റ് സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ. സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ വാങ്ങുന്ന ആൾ ചരക്ക് കണ്ടിട്ടില്ല, ഒരു വിൽക്കുന്ന ആൾ സെല്ലർ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾ ഒരു കാറ് വിൽക്കാൻ പോവുക, സെല്ലർ. അപ്പോൾ ബയർ നിങ്ങളാണ്, നിങ്ങൾ വാങ്ങാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ പറയണം കാറ് ഞാൻ കണ്ടിട്ടില്ല, എങ്ങനെയാണ് ഒന്ന് കാറ് വിവരിക്കുമെന്ന് പറയാം. പറയും നല്ല കറുത്ത കാറാണ്, സ്വിഫ്റ്റ് കാറാണ്, അതിന് പിന്നെ മൈലേജ് 15 കിലോമീറ്റർ മൈലേജ് കിട്ടും, പിന്നെ 2020 മോഡലാണ്. ഇതൊക്കെ പറയണം, ഓരോ കാര്യങ്ങളായിട്ട് പറയാണ്. അപ്പോൾ അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടാണ് മറ്റാൾ അതൊക്കെ കേട്ടപ്പോൾ അതിൽ ശരി വാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ വാങ്ങുന്ന സമയത്ത് പിന്നെ കാർ ഏതോ സ്ഥലത്താണ് അവിടെ നിന്ന് കാറ് കൊണ്ടുവന്നു. പക്ഷെ നോക്കുമ്പോൾ ഇയാൾ ഡിസ്ക്രൈബ് ചെയ്ത പോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ആവണം. അതിൽ വ്യത്യാസം വന്നാൽ മൈലേജൊന്നും കിട്ടുന്നില്ല, 10 കിലോമീറ്ററേ കിട്ടുന്നുള്ളൂ. പിന്നെ കാറ് കറുത്ത കാറാന്ന് ഒരു ഡാർക്ക് ഗ്രേ കളർ കാറാണ്. അപ്പോൾ ഒക്കെ വ്യത്യാസമാണ്, ഡിസ്ക്രൈബ് ചെയ്ത പോലെയേ ഇല്ല. അങ്ങനെയാണെങ്കിൽ അപ്പോൾ നിയമം പറയുന്നു, നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലൂടെയുള്ള ഒരു വിൽപ്പനയാണെങ്കിൽ the goods shall correspond with the description. Correspond എന്നുള്ളതാണ് കീവേഡ്. In the case of sale by description, the goods shall correspond. Correspond താദാത്മ്യം, സമാനം, നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനോട് മാച്ച് ചെയ്യണം വിത്ത് ദ ഗുഡ്സ്. അപ്പോൾ അത് മാച്ച് ചെയ്തിട്ടില്ലെങ്കിലോ യു ക്യാൻ റിജക്ട്. ബയർ പറയും നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നല്ല, ഈ കാറിന് ആകെ 10 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നത്, എനിക്ക് വേണ്ട എന്ന് റിജക്റ്റ് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ ഇംപ്ലൈഡ് കണ്ടീഷനാണ് സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ സെക്ഷൻ 15. മറ്റേത് സെക്ഷൻ 14 ആണ് കുട്ടികളെ, കണ്ടീഷൻസ് ടു ടൈറ്റിൽ. രണ്ടാമത്തത് സെക്ഷൻ 15. എന്താ കീവേഡ്സ്? ഇൻ ദ സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ ഇത് മാത്രം എഴുതിയാൽ മതി. ദർ ഇസ് എൻ ഇംപ്ലൈഡ് കണ്ടീഷൻ ദാറ്റ് ദ ഗുഡ് ഷാൽ കറസ്പോണ്ട് വിത്ത്. ഈ കാര്യം എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പിന്നെ വേറെ നിങ്ങൾ വായിച്ചില്ല, നിങ്ങൾക്ക് ടൈമില്ല, പോട്ടെ, സാരമില്ല. The goods shall correspond with the description. പിന്നെ ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി, you will get good marks. In the case of sale by description, the goods shall correspond with the description. For example, നിങ്ങൾ പറയാണ് ഒരു സെൽഫോൺ വാങ്ങാൻ പോവാണ്. അപ്പോൾ സെൽഫോൺ നിങ്ങൾ കണ്ടിട്ടില്ല, അത് ബ്ലാക്കാണ് കളറ്, അത് മെറ്റാലിക് ബോഡി ഉണ്ട്, അതിനൊരു പുറത്തൊരു പ്ലാസ്റ്റിക് കവറുണ്ട്, മേലെ എന്തോ ഒട്ടിക്കുന്ന സാധനമില്ല, അതൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിൽപ്പന. പക്ഷേ നമ്മൾ സാധനം കണ്ടപ്പോൾ ഇതൊന്നുമില്ല, മെറ്റാലിക് ബോഡി എന്നല്ല, പ്ലാസ്റ്റിക് ബോഡിയാണ്. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് റിജക്റ്റ് ചെയ്തൂടെ? യു ക്യാൻ റിജക്റ്റ്. അപ്പം ഡിസ്ക്രിപ്ഷനും ഗുഡ്സും എന്ന വിവരണവും യഥാർത്ഥ ചരക്കും തമ്മിൽ സെയിം ആയിരിക്കണം. എന്നാൽ അപ്പോൾ അത് രണ്ടാമത്തെ പോയിൻ്റാണ് സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ. നിങ്ങൾ എഴുതേണ്ടത് ദ സെക്കൻഡ് ഇംപ്ലൈഡ് കണ്ടീഷൻ ഇസ് ദാറ്റ് ദ ഗുഡ്സ് ഷാൽ കറസ്പോണ്ട്, സെയിം കറസ്പോണ്ട് വിത്ത് ദ ഡിസ്ക്രിപ്ഷൻ. If it does not correspond with the description, the buyer can reject the goods. Reject എന്ന് പറഞ്ഞാൽ വേണ്ട, കരാർ തന്നെ അവസാനിപ്പിക്കാം. പിന്നെ രണ്ടും സെയിം ആയിരിക്കണം. Now, the third point is sale by sample. സെയിൽ ബൈ സാമ്പിൾ എന്ന് പറഞ്ഞാൽ സാമ്പിൾ കാണിച്ചിട്ടുള്ള വിൽപ്പന. ഇപ്പം നമ്മൾ അരിയൊക്കെ ബൾക്കായിട്ട് എടുക്കാൻ പോകുക, ഒരു ലോറി ലോഡ് ഓഫ് റൈസ് ഒന്നായിട്ട് നമ്മൾ ഹൈദരാബാദിൽ നിന്ന് കൊണ്ടുവരികയാണ്. അപ്പോൾ അവരൊരു ചെറിയൊരു പാക്കറ്റിൽ നമ്മൾ സാമ്പിൾ അയച്ചു തരും. ഇതാണ് സാമ്പിൾ. ഇപ്പോൾ ബിരിയാണി റൈസാണ്, ഹൈ ക്വാളിറ്റി ബിരിയാണി റൈസാണ്. അപ്പോൾ സാമ്പിൾ അയച്ചു തരും. അപ്പോൾ സാമ്പിൾ അയച്ചു തന്നാൽ സാമ്പിളും ബൾക്കും സെയിം ആവണ്ടേ? ഡെഫിനറ്റ്. ഇപ്പോൾ ലോറി വന്ന സമയത്ത് നമ്മൾ പോയിട്ട് നോക്കി, നമ്മൾ സാമ്പിൾ എടുത്ത് നോക്കി, നമ്മൾ കമ്പയർ ചെയ്ത് കുറച്ച് 2-3 ചാക്കുന്നോ കുറച്ച് കുത്തിയെടുത്ത് കമ്പയർ ചെയ്ത് ഓക്കെയാണ്, സാമ്പിളും ബൾക്കും സെയിമാണ്, രണ്ടും സെയിമാണ് എന്നൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് വാങ്ങാം. സപ്പോസ് അപ്പം അത് സെയിൽ ബൈ സാമ്പിളിൽ നിങ്ങൾ ഇംപ്ലൈഡ് കണ്ടീഷൻ എന്താണ്? നമ്പർ 1, ദ ബൾക്ക് എന്ന് പറഞ്ഞാൽ ഒന്നായിട്ടുള്ളത്, ബൾക്ക് ഷാൽ കറസ്പോണ്ട് വിത്ത് ദ സാമ്പിൾ. കറസ്പോണ്ട് സെയിം ആയിരിക്കണം, സാമ്പിളും ബൾക്കും സെയിം ആയിരിക്കണം. രണ്ടാമത്തത്, ദ ബയർ ഷാൽ ഹാവ് എ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് കമ്പയറിങ് ദ ബൾക്ക് വിത്ത് ദ സാമ്പിൾ. ഇപ്പോൾ ചരക്ക് ഇവിടെ ലോറിയിൽ എത്തിയരി, അപ്പോൾ എൻ്റെ പ്രതിനിധി, എൻ്റെ ഏജൻറ്റ് പോയിട്ട് പറഞ്ഞാൽ അവിടെ നിൽക്കൂ, ഇറക്കാൻ വരട്ടെ, ഗോഡൗണിൻ്റെ മുന്നിൽ നിർത്തിയിരിക്കുകയാണ്, ഇറക്കാൻ വരട്ടെ, ഞങ്ങൾ കുറച്ചൊന്ന് പരിശോധിക്കട്ടെ, 2-3 ചാക്ക് നോക്കട്ടെ, കുറച്ച് അരി പുറത്തെടുത്തിട്ട് ഈ സാമ്പിൾ അത് ഒരേതാണോ എന്ന് നോക്കട്ടെ എന്ന് പറയാം.
അപ്പോൾ അവർ പണിക്കാർ പറഞ്ഞു ഇല്ല അങ്ങനെ കുത്തിയെടുക്കാനൊന്നും പറ്റില്ല, മുതലാളി പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും സമ്മതിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിജക്റ്റ് ചെയ്തൂടെ, ഐ ഡോണ്ട് വാണ്ട്, കൊണ്ടുപോയിക്കോളൂ എന്ന് പറയാം. സോ ദ ബയർ ഷുഡ് ബി ഗിവൺ എ റീസണബിൾ ഓപ്പർച്യൂണിറ്റി. അങ്ങനെ നമ്മൾ കരാറിൽ എഴുതിയിട്ടില്ലല്ലോ എന്ന് പറയും. എഴുതണ്ട, നിയമം പറയുന്നുണ്ട്. ഇംപ്ലൈഡ് കണ്ടീഷനാണ്. അപ്പോൾ ഒന്നാമത്തെ ഇംപ്ലൈഡ് ബൾക്ക് ഷാൽ കറസ്പോണ്ട് വിത്ത് എ സാമ്പിൾ. രണ്ടാമത്തത് ദ ബയർ ഷുഡ് ബി ഗിവൺ എ റീസണബിൾ ഓപ്പർച്യൂണിറ്റി. അതാണ് കീവേഡ്, റീസണബിൾ ഓപ്പർച്യൂണിറ്റി കമ്പയറിങ് ദ ബൾക്ക് വിത്ത് എ സാമ്പിൾ. ഈ 2 പോയിന്റ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. മൂന്നാമതൊരു പോയിന്റ് ചില ബുക്കിലൊക്കെ ഉള്ളൂ, എല്ലാ ബുക്കിലും ഇല്ല. നോ ലേറ്റൻറ്റ് ഡിഫക്ട്സ്. ലേറ്റൻ എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു കിടക്കുന്ന ഡിഫക്ട്സ്. ഇപ്പോൾ ഈ അരി നമ്മൾ ഈ സാമ്പിൾ തന്നത്, ഞാൻ പോയി അരി കുറച്ച് ബിരിയാണി ഉണ്ടാക്കി നോക്കി, നല്ല സ്മെല്ലുള്ള നല്ല അടിപൊളി ബിരിയാണി, അരി തന്നെ നല്ല മണമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബൾക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ ബിരിയാണി കുറച്ചെടുത്ത് ബിരിയാണി ഉണ്ടാക്കി നോക്കിയപ്പം ഭയങ്കര ഒട്ടൽ. അത് നമ്മൾ നോക്കിയാൽ കാണില്ല, കാണുമ്പോൾ രണ്ട് വൈറ്റ് കളറാണ്, ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ ബൾക്ക് ഇങ്ങനെ പറ്റാൻ തുടങ്ങി, ബിരിയാണി തീരെ ടേസ്റ്റ് ഇല്ല. അപ്പോൾ ലേറ്റൻറ്റ് ഡിഫക്ട്സ്, ലേറ്റൻ എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു കിടക്കുന്ന ഡിഫക്റ്റാണ്. അപ്പോൾ നമുക്ക് എനിക്ക് വേണ്ട, നിങ്ങൾ മടക്കിയെടുത്തോളൂ എന്ന് പറയാലോ, ഡെഫിനറ്റ്ലി യു ക്യാൻ സെൽ. അപ്പോൾ ലേറ്റൻ്റ് ആയിട്ട് ഡിഫക്ട്സ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ദർ ഷുഡ് നോട്ട് ബി എനി ലേറ്റൻറ്റ് ഡിഫക്ട്സ്. അപ്പോൾ സെയിൽ ബൈ സാമ്പിളിൽ ഒന്നാമത്തെ പോയിന്റ് ദ ബൾക്ക് ഷാൽ കറസ്പോണ്ട് വിത്ത് എ സാമ്പിൾ. രണ്ടാമത്തത് ദ ബയർ ഷുഡ് ബി ഗിവൺ എ റീസണബിൾ ഓപ്പർച്യൂണിറ്റി, അവസരം, ന്യായമായ ഒരു അവസരം, റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് കമ്പയറിങ് ദ ബൾക്ക് വിത്ത് സാമ്പിൾ. സാമ്പിളും ബൾക്കും കമ്പയർ ചെയ്യാനുള്ള ഒരവസരം. മൂന്നാമത്തത് ദർ ഷുഡ് നോട്ട് ബി എനി ലേറ്റൻറ്റ് ഡിഫക്ട്സ്. ലേറ്റൻറ്റ് ഡിഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു കിടക്കുന്ന തകരാറുകൾ. അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അരി വെച്ച് നോക്കിയാലേ അറിയുള്ളൂ, അല്ലാണ്ട് കാണുമ്പോൾ ഒക്കെ രണ്ടും ഒരേപോലെ ഇരിക്കണു. സോ ഇഫ് ഇറ്റ് ദ സം ലേറ്റൻ ഹി ക്യാൻ റിജക്റ്റ്, വേണ്ട കൊണ്ടുപോയിക്കൊള്ളുക, ഞാൻ കരാർ അവസാനം എൻ്റെ പണം മടക്കി തരൂ എന്ന് പറയാം. എന്ന് വെച്ചാൽ നമുക്കത് വിറ്റ് പോയാൽ ആൾക്കാർ വന്നിട്ട് നമ്മളൊരു അടി കൂടും, ഇതെന്താ അത് തീരെ നന്നല്ല, അല്ലെങ്കിൽ നമ്മൾ വില കുറച്ച് കൊടുക്കേണ്ടി വരും. സോ ദാറ്റ് ഇസ് ഇറ്റ്. ആ 3 പോയിൻ്റാണ് സെയിൽ ബൈ സാമ്പിളിൽ എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് സെക്ഷൻ 17 സെയിൽ ബൈ സാമ്പിൾ. 15, 16 and 17. 15 കഴിഞ്ഞിട്ട് 15. ഓക്കെ, സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ 15, പിന്നെ ഇത് 17 ഔട്ടുള്ള സെയിൽ ബൈ സാമ്പിൾ. ഇനി സെയിൽ ബൈ സാമ്പിൾ ആസ് വെൽ ആസ് ഡിസ്ക്രിപ്ഷൻ. സാമ്പിളും ഉണ്ട് ഡിസ്ക്രിപ്ഷനും ഉണ്ട്, രണ്ടും. ഫോർ എക്സാമ്പിൾ എന്താണ് നമുക്ക് നോക്കാം. സാമ്പിളും ഡിസ്ക്രിപ്ഷനും രണ്ടും കാണിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ ഒരു സാമ്പിൾ കാണിച്ചിട്ട് പറഞ്ഞു, ഇതേപോലത്തെ മൊബൈൽ ഫോണാണ്, ഇതേപോലത്തെയാണ് നിങ്ങൾക്ക് ആ സാധനം വരണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മൾ നോക്കി, നല്ല കളറാണ്, നല്ല കളറുണ്ട്, നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു ഗ്രേ കളറാണ്, അതിൻ്റെ കവറുണ്ട്, അതിൻ്റെ പിന്നെ റാമോ അതേപോലെ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള സ്പെസിഫിക്കേഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതേപോലത്തെ ഫോണാണെന്ന് പറഞ്ഞു. ഇപ്പോൾ സാമ്പിൾ കാണിച്ചു, നിങ്ങൾ ഡിസ്ക്രൈബും ചെയ്തു. പക്ഷേ കൊണ്ടുവന്ന സമയത്ത് സാമ്പിൾ കാണുമ്പോൾ കാണാനൊക്കെ ഒരുപോലെ ഉണ്ട്, പക്ഷേ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത സ്പെസിഫിക്കേഷൻസ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യാം. അതിൻ്റെ കുറേ ടെക്നിക്കൽ വശം എനിക്കറിയില്ല, ടെക്നിക്കൽ വശങ്ങളൊക്കെ പറഞ്ഞു, അതൊക്കെ ഇങ്ങനെയാണെന്നൊക്കെ അയാൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സെല്ലർ. പക്ഷേ ആ ടെക്നിക്കൽ വശം ഡിസ്ക്രൈബ് ചെയ്ത പോലെയൊന്നുമല്ല, ഇത്ര MB ഉണ്ടെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാമ്പിളും ഡിസ്ക്രിപ്ഷനും രണ്ടും ഒക്കുന്നില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാം. സാമ്പിൾ കാണാനൊക്കെ ഒരേപോലെയുണ്ട്, പക്ഷേ ഡിസ്ക്രൈബ് ചെയ്ത് വ്യത്യാസമാണ്. സോ യു ക്യാൻ റിജക്റ്റ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറയുകയാണ്, നമ്മൾ ബിരിയാണി റൈസ് വാങ്ങുകയാണ്, അപ്പം 3 മാൻ റോസ് ആണ്, ഒരു നല്ല ക്വാളിറ്റി ഉണ്ട്, അതുണ്ട്. പിന്നെ അത് സാമ്പിളും കാണിച്ചു തന്നു, ഒരു സാമ്പിൾ എടുത്ത് തന്നു ഒരു പാക്കറ്റിൽ. അതിൻ്റെ പുറത്ത് എഴുതി, പാക്കറ്റിൻ്റെ പുറത്ത് 3 മാൻ റോസ് എന്ന് പറഞ്ഞിട്ടൊരു ഹൈ ക്വാളിറ്റി ബിരിയാണി റൈസ്. പക്ഷേ നമ്മൾ കൊണ്ടുവന്ന സമയത്ത് പേരൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത 3 മാൻ റോസ് എല്ലാ ചാക്കിൻ്റെ മേലെ എഴുതി അടിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇത് തന്ന സാമ്പിൾ വന്നിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇറ്റ് ഇസ് ഡിഫറെൻറ്റ്. അത് നല്ല വൈറ്റാണ് നമുക്ക് തന്നത്, ആ ചാക്കിൽ വന്ന കുറച്ച് യെലോയിഷാണ്. അപ്പോൾ സാമ്പിൾ ആസ് വെൽ ആസ് ഡിസ്ക്രിപ്ഷൻ രണ്ടും ഒക്കണം, സാമ്പിളും ഒക്കണം, ഡിസ്ക്രൈബ് ചെയ്ത് ഓക്കെ, പേരൊക്കെ വരുന്നത്, പക്ഷേ സാമ്പിൾ നോക്കുമ്പോൾ ഇറ്റ് ഇസ് ഡിഫറെൻറ്റ്. അപ്പം നമുക്ക് റിജക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നിയമത്തിൽ എഴുതേണ്ടത് സെക്ഷൻ 15 തന്നെയാണ്, സെയിൽ ബൈ സാമ്പിൾ ആസ് വെൽ ആസ് ഡിസ്ക്രിപ്ഷൻ. അതാണ് 4ാമത്തെ പോയിന്റ്. സെയിൽ ബൈ സാമ്പിൾ ആസ് വെൽ ആസ് ഡിസ്ക്രിപ്ഷൻ, വേർ ദ ഗുഡ്സ് ആർ സോൾഡ് ബൈ സാമ്പിൾ ആസ് വെൽ ആസ് ഡിസ്ക്രിപ്ഷൻ, ദ ഗുഡ് ഷാൽ കറസ്പോണ്ട്. ആ ചരക്ക് കറസ്പോണ്ട് സെയിം ആയിരിക്കണം, മാച്ച് ആവണം വിത്ത് സാമ്പിൾ
ആസ് വെൽ ആസ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ രണ്ടും ഓക്കെ ആവണം. എന്നാലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നും ഓക്കെ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ഓക്കെ ആയിട്ടില്ല, അല്ലെങ്കിൽ സാമ്പിൾ ഓക്കെ ആയിട്ടില്ല, ജസ്റ്റ് റിജക്റ്റ് ഇറ്റ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ. നിയമം പറയുന്ന ഇംപ്ലൈഡ് കണ്ടീഷൻസ് ആണ്. സാമ്പിൾ ആസ് ദ ഗുഡ്സ് ഷാൽ കറസ്പോണ്ട് വിത്ത് എ സാമ്പിൾ ആസ് വെൽ ആസ് ഡിസ്ക്രിപ്ഷൻ നിയമം പറയുന്നതാണ്. അത് രണ്ടും ഒക്കണം. എന്നാലേ നമുക്ക്, അല്ലെങ്കിൽ ഒത്തിട്ടില്ലെങ്കിൽ, രണ്ടും ഒത്തിട്ടില്ലെങ്കിൽ യു ക്യാൻ റിജക്ട് ദ ഗുഡ്സ്. യു ക്യാൻ സേ ഐ എം റെപ്യൂഡിയേറ്റ്, ഞാൻ കരാർ ക്യാൻസൽ ചെയ്യാൻ എൻ്റെ പണം മടക്കി തരുമോ എന്ന് പറയാം. പിന്നെ അടുത്തത് കണ്ടീഷൻ ആസ് ടു ക്വാളിറ്റി ഓഫ് ഫിറ്റ്നസ്. ക്വാളിറ്റി ഓഫ് ഫിറ്റ്നസ് പറഞ്ഞാൽ അതിൻ്റെ ഗുണമേന്മ, ഫിറ്റ്, നമുക്ക് വേണ്ട പോലെ ഫിറ്റാവുക, നമുക്ക് വേണ്ട പോലെ നമ്മുടെ ആവശ്യത്തിന് ഉതകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ്. അത് 16(1) സെക്ഷൻ 16(1) ആണ്. ഓർഡിനറിലി ദർ ഇസ് നോ ഇംപ്ലൈ, അതാണ് നോ എന്നുള്ള ഇമ്പോർട്ടൻ്റാണ്. ദർ ഇസ് നോ ഇംപ്ലൈഡ് കണ്ടീഷൻ ആസ് ടു ക്വാളിറ്റി ഓഫ് ഫിറ്റ്നസ് ഓഫ് ഗുഡ്സ് ഫോർ എനി പർട്ടിക്കുലർ പർപ്പസ്. ഒരു പർട്ടിക്കുലർ പർപ്പസിന് ഫിറ്റാണോ അല്ലെങ്കിൽ അത്ര ക്വാളിറ്റി ഉണ്ടോ എന്നൊന്നും നോക്കേണ്ട, സെല്ലർ നോക്കേണ്ട ആവശ്യമില്ല. ബയർ പോയിട്ട് നോക്കിയിട്ട് വാങ്ങുന്നതാണ്. ക്വാളിറ്റി നല്ലതാണോ ഒക്കെ നോക്കിയിട്ട് വേണം വാങ്ങാൻ. നമ്മൾ നോക്കി വേണം വാങ്ങാൻ. പക്ഷേ ക്വാളിറ്റി ഓഫ് ഫിറ്റ്നസ് ചിലപ്പം ഉണ്ടാവും, കണ്ടീഷനായിട്ട് ഉണ്ടായിട്ട് നമുക്ക് റിജക്റ്റ് ചെയ്യാനും പറ്റും. അത് ഏത് സാഹചര്യത്തിലാണ്? 3 സാഹചര്യത്തിൽ. അപ്പം നമ്മൾ ആദ്യം എഴുതേണ്ടത് ദർ ഇസ് നോ ഇംപ്ലൈഡ്, അത് തന്നെ എഴുതേണ്ടത് ദർ ഇസ് നോ ഇംപ്ലൈഡ് കണ്ടീഷൻ ആസ് ടു ക്വാളിറ്റി ഓഫ് ഫിറ്റ്നസ് ഓഫ് ദ ഗുഡ്സ് ഫോർ എ പർട്ടിക്കുലർ പർപ്പസ്. എന്താ കാരണം? വയറ് നോക്കണം, എനിക്ക് പറ്റുന്നതാണോ, എനിക്ക് ഇപ്പോൾ ഡ്രസ്സാണ്, എനിക്ക് പറ്റുന്നതാണോ ഇട്ട് നോക്കണ്ടേ. നമ്മൾ വെറുതെ കണ്ണും പൂട്ടി വാങ്ങിക്കൊണ്ടാകാൻ പാടില്ലേ, ഇട്ട് നോക്കി, അവിടെ ട്രയൽ റൂമൊക്കെ ഉണ്ട്, അവിടെ ഇട്ട് നോക്കണം, ക്വാളിറ്റി ഒക്കെ ശരിയാണോ നമ്മൾ നോക്കണം, ഇഷ്ടപ്പെട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല. ദർ ഇസ് നോ, അതും പറഞ്ഞിട്ട് റിജക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് നോക്കിക്കൂടെ എന്ന് ചോദിക്കും സെല്ലർ. നിങ്ങൾക്ക് തന്നതല്ലേ, നിങ്ങൾക്ക് ഇട്ട് നോക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കും. ദർ ഇസ് നോ ഇംപ്ലൈഡ് കണ്ടീഷൻ ആസ് ടു ക്വാളിറ്റി ഓഫ് ഫിറ്റ്നസ് ഓഫ് ദ ഗുഡ്സ് ഫോർ എ പർട്ടിക്കുലർ പർപ്പസ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അണ്ടർ സർട്ടൻ സർക്കംസ്റ്റൻസ് ദർ ഇസ് ഈ കണ്ടീഷൻ, ഇംപ്ലൈഡ് കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ അതിൽ the buyer should have made known to the seller the particular purpose for which the goods are required. ഞാനൊരു എക്സാമ്പിൾ പറയാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് ട്രിക്കിയാണ്. നിങ്ങൾ വയനാട്ടിൽ ഉൾനാട്ടിൽ ഒരാളാണ്, നിങ്ങൾക്ക് അത്ര പഠിപ്പൊന്നുമില്ല, നിങ്ങൾക്ക് ടെക്നിക്കൽ വശങ്ങളൊന്നും അറിയില്ല, നിങ്ങൾക്ക് സാധാരണ ഒരു വലിയ പണക്കാരനാണ്, സാധാരണ ഒരു കൃഷിക്കാരനാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഫുട്ബോൾ നടക്കാൻ പോവാം, ഫിഫ. അപ്പം നിങ്ങൾക്ക് ഒരു വലിയ ടി വി വാങ്ങണം. യു ആർ വെരി റിച്ച്, വലിയൊരു ടി വി, നാട്ടുകാർ മുഴുവൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് ടി വി കാണും. ആൻഡ് ദേ ആർ വെരി ഗേളി വെയിറ്റിംഗ്. അപ്പോൾ നിങ്ങൾ പോയിട്ട് ഷോപ്പിൽ വന്നിട്ട് ടി-വിൻ്റെ എനിക്ക് നല്ല ടി വി വേണം, ഒരു ചുമരുമേലൊക്കെ തൂക്കുന്ന ടൈപ്പാണ് വേണ്ടത്, ചുമരുമേല വെക്കുന്ന ടൈപ്പാണ് വേണ്ടത്. ആ ടി വി നല്ല ഗുഡ് ക്വാളിറ്റി ആയിരിക്കണം, കളി കാണാനാണ് പേർപ്പസ് പറഞ്ഞു. എൻ്റെ നാട്ടുകാർക്ക് കളി കാണാൻ വേണ്ടിയിട്ടുള്ള ടി വി ആണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഗോളടിക്കുമ്പോൾ ടി വി ബ്ലാക്ക് ഔട്ട് ആയാലും ശരിയാവില്ല, പീപ്പിൾ വിൽ ഗെറ്റ് വെരി ആംഗ്രി. അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു ക്വാളിറ്റിയുള്ള ടി വി എടുത്ത് തരൂ. ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദിസ് ഇലക്ട്രോണിക്സ്, എനിക്ക് ഏത് ടി വിൻ്റെ പേരറിയില്ല, ഒന്നും അറിയില്ല. ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദിസ് ഇലക്ട്രോണിക് മാറ്റേഴ്സ്. യു ആർ എൻ ഇലക്ട്രോണിക് എഞ്ചിനീയർ, യു ഗിവ് മീ എ ഗുഡ് ടി വി എന്ന് പറയാണ്. എന്നിട്ട് അയാൾ അവിടെ പോയി നോക്കി നിൽക്കുന്ന ടി വി ഒക്കെ കാണുന്നുണ്ട്. അപ്പം അയാൾ യെസ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരാളെ അപ്പം അങ്ങനെ പറഞ്ഞിട്ട് വാങ്ങിയാൽ ക്വാളിറ്റി ഓഫ് ഫിറ്റ്നസ് ഓക്കെ ആണോ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യേണ്ട, എന്ന് ഉറപ്പ് വരുത്തേണ്ട ഒരു ഉത്തരവാദിത്തം സെല്ലർക്കാണോ ബയർക്കാണോ? നിങ്ങൾ പറയൂ. ഇറ്റ് ഈസ് ഓൺ ദ പാർട്ട് ഓഫ് ദ സെല്ലർ. ദ ബയർ ഡസ് നോട്ട് നോ എനിത്തിങ്. ഹീ ഈസ് എ ടോട്ടൽ ലേമൻ, ഒന്നും അറിയാത്തൊരു വ്യക്തിയാണ്. He is only a farmer, he does not know anything about electronics. He tells the purpose of his purchase. എന്തിനാണ് ഞാൻ വാങ്ങുന്നത്? Second, he says, I rely upon your skill and judgment. You are in electronics, I rely upon your skill and judgment. നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ എഞ്ചിനീയറിംഗ് സ്കില്ല്, അതിൽ ഞാൻ റിലൈ ചെയ്യുന്നു, ഞാൻ ആശ്രയിക്കുന്നു, റിലൈ ചെയ്യുന്നു എന്ന് പറയാണ്. മൂന്നാമത്തത്, ഗുഡ്സ് മസ്റ്റ് ബി എ ഡിസ്ക്രിപ്ഷൻ ഡെൽറ്റ് വിത്ത് ബൈ ദ സെല്ലർ. അത് വലിയൊരു പ്രൊവിഷൻ സ്റ്റോർ പോയിട്ട്, ഒരു ബിഗ് ബസാറിലൊക്കെ പോയിട്ട് പലതരം സാധനങ്ങളുണ്ട്, അതിൻ്റെ കൂടെ ടി വി ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, മറ്റേതുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്, ഫേർണിച്ചറുണ്ട്. അങ്ങനത്തെ ഒരു ഷോപ്പൊന്നല്ല. യു ആർ ബൈയിങ് ഫ്രം എ ഷോപ്പ്, ഇലക്ട്രോണിക് ഗുഡ്സ് ഇൻ എ ഷോപ്പ്, ആൻഡ് ദ സെല്ലർ ഇസ് എ പേഴ്സൺ ഹു ഡീൽസ് വിത്ത് സച്ച് ഗുഡ്സ് ഓൺലി. അങ്ങനത്തെ ചരക്ക് മാത്രം ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സെല്ലർ. ഈ 3 കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ പിന്നെ ഈ സാധനം ക്വാളിറ്റി ഓർ ഫിറ്റ്നസ് എന്നുള്ള കണ്ടീഷൻ ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്തം സെല്ലർക്കാണ്.
സെല്ലർ അത് ഉറപ്പിക്കണം. അപ്പോൾ നമ്മൾ എന്താ എഴുതുക? കണ്ടീഷൻസ് ടു ക്വാളിറ്റി ഓഫ് ഫിറ്റ്നസ്. ദർ ഇസ് നോ ഇംപ്ലൈഡ് കണ്ടീഷൻസ് ടു ക്വാളിറ്റി ഓഫ് ഫിറ്റ്നസ് ഫോർ എ പർട്ടിക്കുലർ പർപ്പസ് എഴുതിയിട്ട്, ഹൗവർ certain circumstances there is a conditions to quality of fitness. അത് ഒന്നാമത്തത്, buyer should have made known to seller the purpose for his purchase. അപ്പോൾ നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കുന്നുണ്ടെങ്കിൽ ഒരു ടി വിൻ്റെ ചിത്രം വരച്ചു വെച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പെട്ടെന്ന് ഓർമ്മ, മിസ് ടി വിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, ടി വി പേർപ്പസ്, ഒരു ഫുട്ബോളിൻ്റെ ചിത്രം അവിടെ വരച്ചു വെച്ചോളൂ. ദെൻ യു വിൽ റിമെമ്പർ. The buyer should have made known to the seller the purpose of his purchase. പർപ്പസ്, അതിൻ്റെ എന്താണ്, അതിൻ്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത്, ബയർ ഷുഡ് റിലൈ ഓൺ ദ സ്കിൽ ആൻഡ് ജഡ്ജ്മെൻറ്റ് ഓഫ് ദ സെല്ലർ. സ്കിൽ ആൻഡ് ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സെല്ലറുടെ സ്കിൽ, കഴിവ്. ഹീസ് ആൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ. ജഡ്ജ്മെൻറ്റ്, തീരുമാനത്തിൽ ഞാൻ റിലൈ ചെയ്യുന്നു, ആശ്രയിക്കുന്നു. മൂന്നാമത്തത്, the goods must be of description dealt with by the seller. Whether he is a manufacturer or not. Manufacturer ഒന്നും ആവണ്ട, he is a person, an electronics engineer, he knows everything about this TV and he is exclusively dealing with electronic items. അങ്ങനെയാണ് ഈ മൂന്ന് ഓക്കെ ആണെങ്കിൽ ക്വാളിറ്റി ഓഫ് ഫിറ്റ്നസിൻ്റെ കണ്ടീഷൻ ഉണ്ട്. എന്നിട്ടും ടി വി അയാൾ വാങ്ങിക്കൊണ്ടുപോയി, അപ്പോൾ ടി വി വലിയ കളി കളിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടി വി ബ്ലാക്ക് ഔട്ടായി. I could reject it. I don't want a TV, give me back my money, 1 lakh I paid you, give me back my money എന്ന് അയാൾക്ക് ബയർക്ക് പറയാം. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് കണ്ടീഷൻസ് ടു. അപ്പോൾ ഈ 3 പോയിൻറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതണം. ആദ്യം നോ ഇംപ്ലൈഡ് കണ്ടീഷൻ എന്ന് എഴുതി കഴിഞ്ഞിട്ട് അണ്ടർ സർക്കംസ്റ്റൻസ് ദീസ് 3 circumstances ആർ ഓക്കെ, ദർ ഇസ് എൻ ഇംപ്ലൈഡ് കണ്ടീഷൻ എന്ന് പറയും. ഇനി 6ാമത്തെ പോയിൻ്റ് എന്താണ്? കണ്ടീഷൻ ആസ് ടു മർച്ചൻറ്റബിലിറ്റി. എന്താ ഈ മർച്ചൻറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ? എൻ്റെ മലയാളം കച്ചവട യോഗ്യമായ സാധനങ്ങൾ വിൽക്കണം. അപ്പോൾ ഇപ്പോൾ പുഴുള്ള അരി അല്ലെങ്കിൽ 5 germs ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പാല്, ഇങ്ങനത്തെയൊക്കെ ആകുമ്പം ഇറ്റ് ഈസ് നോട്ട് മർച്ചൻറ്റബിൾ. അപ്പോൾ മർച്ചൻറ്റബിൾ ആയിട്ടുള്ള ചരക്ക് എന്താ? ഗുഡ്സ് ആർ ബോട്ട് ബൈ നിങ്ങൾ കണ്ടിട്ടില്ല, ഗുഡ്സ് ഡിസ്ക്രൈബ് ചെയ്തില്ല, നല്ല സാധനമാണ്, നല്ല പാലാണ്, അല്ലെങ്കിൽ നല്ല അരിയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടില്ല. ഗുഡ്സ് ബോട്ട് ബൈ ഡിസ്ക്രിപ്ഷൻ ഫ്രം എ സെല്ലർ. അയാൾ എപ്പോഴും അങ്ങനെ ഡീൽ ചെയ്യുന്ന ഒരാളാണ്. ദർ ഇസ് എൻ ഇംപ്ലൈഡ്. അപ്പോൾ അങ്ങനെയുള്ളതിൽ ദർ ഇസ് എൻ ഇംപ്ലൈഡ് കണ്ടീഷൻ ദാറ്റ് ദ ഗുഡ് ഷാൽ ബി മർച്ചൻറ്റബിൾ. ഇപ്പം നിങ്ങൾ കണ്ടതാണ്, നിങ്ങൾ പരിശോധിച്ച് വാങ്ങുകയാണെന്ന് മർച്ചൻറ്റബിൾ ആണോ നിങ്ങൾക്ക് പരിശോധിക്കാം. അരി എടുത്ത് നോക്കുക, ഇതിലും പുഴുണ്ട്, ഇത് വേണ്ടാന്ന് പറയാം. പ്രൊവിഷൻസ്, ഗോതമ്പം അല്ലെങ്കിൽ മറ്റേ പരിപ്പ്, ചെറുപയറൊക്കെ എടുത്താൽ ഇത് വേണ്ട, ഇതിൽ പുഴുണ്ട്, ചെറിയ പ്രാണിയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലൂടെയാണ് വാങ്ങുന്നത്. നിങ്ങൾക്ക് 1000 കിലോ ചെറുപയർ വേണം, അപ്പം നിങ്ങൾ കണ്ടിട്ടില്ല, ശരിയെന്ന് പറഞ്ഞാൽ ഈ ചെറുപയറൊന്നും നല്ലതല്ല, ക്വാളിറ്റി അല്ല, അതിൽ കുറച്ച് കച്ചവട യോഗ്യമല്ല, ആൾക്കാർ വാങ്ങൂല, കറുപ്പ് കുറേ ഉണ്ട്, കുറച്ച് പ്രാണികളുണ്ട്, അങ്ങനെയാണ് യു ക്യാൻ റിജക്റ്റ്. അപ്പോൾ മർച്ചൻറ്റബിൾ ക്വാളിറ്റി ആവണമെങ്കിൽ സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കണം. ദർ ഇസ് എ സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ദ ഗുഡ് ഷുഡ് ബി മർച്ചൻറ്റബിൾ. അപ്പോൾ 2 റിക്വയർമെൻറ്റ്സ് ആണ്. കണ്ടീഷൻ ആസ് ടു മർച്ചൻറ്റബിലിറ്റി, കച്ചവട യോഗ്യമായ സാധനങ്ങൾ വിൽക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? സെല്ലർക്കുണ്ട്. അപ്പോൾ ബയർ അത് കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ, ഓക്കെ ആവണമെങ്കിൽ, കണ്ടീഷൻ ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങുന്ന ആൾക്ക് റിജക്റ്റ് ചെയ്യണമെങ്കിൽ കോടതി ചോദിക്കും എങ്ങനത്തെ വിൽപ്പനയായിരുന്നു. അപ്പം നമ്മൾ പറയണം ഗുഡ്സ് ബോട്ട് ബൈ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ വാങ്ങിയതാണ്. പിന്നെ സെല്ലർ ഷുഡ് ബി എ ഡീലർ ഇൻ സച്ച് ഗുഡ്സ്. ഈ സെല്ലർ അത്തരത്തിലുള്ള സാധനങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു വ്യക്തിയും ആയിരിക്കണം. സോ ദാറ്റ് ഇസ് കണ്ടീഷൻസ് ടു മർച്ചൻറ്റബിലിറ്റിയിൽ അത്ര കാര്യങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ബുക്കിലൊരു എക്സാമ്പിൾ ഉണ്ട്. ഇഫ് എ പേഴ്സൺ ഓർഡേഴ്സ് മോട്ടോർ ഹോൺസ് ഫ്രം എ മാനുഫാക്ചർ ഓഫ് ഹോൺസ്. മോട്ടോർ ഹോൺ മാത്രം വാങ്ങുന്ന ഒരാൾ 1000 മോട്ടോർ ഹോൺസ് വാങ്ങിയെന്ന് വിചാരിച്ചോളൂ. പക്ഷേ അത് പാക്കിങ്ങിൽ വളരെ മോശമായിട്ട് പാക്ക് ചെയ്തിട്ട് അത് സ്ക്രാച്ചസും അങ്ങനെയൊക്കെ വന്നിട്ട് കുറേ ഡാമേജൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് മർച്ചൻറ്റബിളേ അല്ലാതെ. സോ യു ക്യാൻ റിജക്റ്റ് ദോസ് ഗുഡ്സ്. ഇനി ലാസ്റ്റ് പോയിൻ്റ് ഇസ് കണ്ടീഷൻ ആസ് ടു ഹോൾസംനെസ്. ഹോൾസംനെസ് എന്ന ആരോഗ്യദായകം. കണ്ടീഷൻ ആസ് ടു ദാറ്റ് ഇസ് ദ 7th കണ്ടീഷൻ. ഇൻ ദ കേസ് ഓഫ് ഈറ്റബിൾസ് ആൻഡ് പ്രൊവിഷൻസ്, ഭക്ഷണം തിന്നുന്ന സാധനങ്ങൾ പ്രൊവിഷൻസൊക്കെ ആണെങ്കിൽ മർച്ചൻറ്റബിലിറ്റി കൂടാണ്ട് നമുക്ക് വേറൊരു കാര്യം കൂടി നോക്കാനുണ്ട് സെല്ലർക്ക്. ഹോൾസംനെസ്സിന് ആരോഗ്യദായകമായിട്ടുള്ള സാധനങ്ങളെ വിൽക്കാൻ പാടുള്ളൂ. അപ്പോൾ പാല് വിൽക്കുന്ന ആളാണ്, പാലിൽ ജേംസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പാല് പാക്കറ്റിലാക്കി വിൽക്കാൻ പാടുണ്ടോ? സോ ഇറ്റ് ഇസ് നോട്ട് ഹോൾസം. ഹൂവർ ഡ്രിങ്ക്സ് ദ മിൽക്ക് ദേ വിൽ ഗെറ്റ് സം ഡിസീസസ് ആൻഡ് ദേ വിൽ ഡൈ. അപ്പോൾ അങ്ങനെ പണ്ടൊരു കേസ് ഉണ്ടായിരുന്നു. എന്നൊരാൾ വെഫ്നാക്ക് മിൽക്ക് സപ്ലൈ ചെയ്തു. പക്ഷേ ആ മിൽക്കിൻ്റെ അകത്ത് ടൈഫോയിഡ് ജേംസ് ഉണ്ടായിരുന്നു. എഫിൻ്റെ ഭാര്യ അത് കുടിച്ചു, അവസാനം മരിച്ചു. അപ്പോൾ അവിടെ ബ്രീച്ച് ഓഫ് കണ്ടീഷനാണ് ആസ് ടു ഹോൾസംനെസ്. ഇറ്റ് ഇസ് നോട്ട് ഹോൾസം. അങ്ങനെ ഷോപ്പ് കീപ്പർക്ക് ഒരുപാട് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു.
Fന്. Okay, so these are the implied conditions. There are 7 implied conditions. Very important question this is. You have to learn properly. Now we'll go to the next topic, implied warranties. Implied warranties എപ്പോഴും ചോദ്യം വരാറുണ്ട്. പറ്റി വാട്ട് ആർ ദ ഇംപ്ലൈഡ് എന്ന് വെച്ചാൽ 4 പോയിൻറ്റ്സ് ആയിട്ടാണ്. അപ്പോൾ 4 മാർക്കോ 5 മാർക്കോ ഉണ്ടാവും. സോ വാട്ട് ആർ ദ ഇംപ്ലൈഡ് വാറണ്ടീസ്? വാറണ്ടീസ് എന്നാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല, കുറച്ച് പ്രാധാന്യം കുറഞ്ഞത്. അത് നിയമം പറയുന്നു ഇതൊക്കെ ഇംപ്ലൈഡ് ആണ്, അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോൾ ഒന്നാമത്തത് വാറണ്ടി ആസ് ടു അൺഡിസ്റ്റർബ്ഡ് പൊസഷൻ. നിങ്ങളൊരു സാധനം വാങ്ങിയാൽ ആരും നിരാക്ഷേപം, ആരും നിങ്ങളെ ശല്യപ്പെടുത്താതെ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള അവകാശത്തിനാണ് വാറണ്ടി ആസ് ടു അൺഡിസ്റ്റർബ്ഡ് പൊസഷൻ. അപ്പോൾ നിങ്ങൾ വാങ്ങിയ ആരും നിങ്ങൾ എൻജോയ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ സാധനം വസ്തു വാങ്ങി എൻജോയ് ചെയ്യുമ്പോൾ ആരും നിങ്ങളെ വന്ന് ശല്യം ചെയ്തു, അതിൻ്റെ മേലെ അത് നിങ്ങളതാണ്, നിങ്ങൾ ഇതിൻ്റെ മുമ്പ് അത് വാങ്ങാമെന്ന് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് ശല്യം ചെയ്താൽ എനിക്ക് ചരക്ക് വേണ്ട എടുത്തോളൂ എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് അയാൾ ശല്യം ചെയ്തതിൻ്റെ നഷ്ടപരിഹാരം ചോദിക്കാൻ മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ എന്താ എഴുതുക കുട്ടികളെ? An implied warranty that the buyer shall have enjoy quiet possession of the goods. There is an implied warranty that the buyer shall enjoy quiet, സമാധാനപരമായ possession. The buyer got disturbed in his possession. ബയറെ ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്താൽ he can sue the seller for breach of warranty. He can ask for damages. ഇത്ര എഴുതിയാൽ മതി. പിന്നെ ഒരാൾ ഒരു ലാപ്ടോപ്പ് വാങ്ങി, എന്നിട്ട് അയാൾ കുറച്ച് റിപ്പയർ ചെയ്തു, നന്നാക്കി റിപ്പയർ ചെയ്തു. പക്ഷേ പിന്നീട് മനസ്സിലായി ഈ ലാപ്ടോപ്പ് ഒരു സ്റ്റോളൻ ലാപ്ടോപ്പാണ്. ആൻഡ് ഇറ്റ് വാസ് ടേക്കൺ ഫ്രം ദ എക്സ് ആൻഡ് ഗിവൺ ടു ദ റൈറ്റ്. അപ്പോൾ ആരായിരുന്നോ കട്ടെടുത്താണ്, അപ്പോൾ അയാൾക്ക് എക്സിന് മടക്കി കൊടുക്കേണ്ടി വന്നു. എക്സ് വാങ്ങിയതാണ്, റിപ്പയർ ചെയ്തതാണ്. അപ്പോൾ വൈ ഷാൽ ബി റെസ്പോൺസിബിൾ ബ്രീച്ച്. അപ്പോൾ അയാളെ ഡിസ്റ്റർബ് ചെയ്തു, പൊസഷൻ വാങ്ങിയ ആളെ പൊസഷൻ ഡിസ്റ്റർബ്ഡായി. അതുകൊണ്ട് വിറ്റ ആൾ സെല്ലർ ഇയാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. ചെറിയൊരു എക്സാമ്പിൾ. രണ്ടാമത്തത് വാറണ്ടി ആസ് നോൺ എക്സിസ്റ്റൻസ് ഓഫ് എൻകംബ്രൻസസ്. നമ്മൾ വാങ്ങുന്ന സാധനത്തിന് എൻകംബ്രൻസിന് എന്താ എൻകംബ്രൻസ് പറഞ്ഞാൽ കടബാധ്യതകൾ. ഇപ്പം ഞാനൊരു സാധനം വിറ്റു, ഒരാൾക്ക് ഒരു സൈക്കിൾ വിറ്റു എന്ന് വിചാരിച്ചോളൂ. ശരി, ഞാൻ നാളെ എടുത്തോളാം സൈക്കിൾ എന്ന് പറഞ്ഞു. അന്ന് രാത്രി എൻ്റെ അടുത്ത് ഒരാൾ വന്നപ്പോൾ ഞാൻ സൈക്കിൾ പണയം വെക്കാൻ സൈക്കിൾ കാണിച്ചിട്ട് ഒരു 200 രൂപ കടം വാങ്ങി. അപ്പം ആ സൈക്കിൾ ഇസ് എൻകംബേർഡ്. ആ സൈക്കിളിന് ഒരു 200 രൂപേൻ്റെ കടബാധ്യത വന്നു. ഇനി പിറ്റേന്ന് നിങ്ങൾ സൈക്കിൾ വാങ്ങിയാൽ പിറ്റേന്ന് സൈക്കിളെടുത്ത് ഓടിച്ച് പോകുമ്പോൾ ടൗണിൽ നിന്ന് ഈ 200 രൂപ കൊടുത്ത് പണയത്തിൽ കൊടുത്ത ആൾ വന്ന് സൈക്കിൾ പിടിച്ചു പറഞ്ഞു, സൈക്കിൾ ഞാൻ കൊണ്ടുപോകാൻ പോകണം, ഞാൻ 200 രൂപ കൊടുത്തിട്ടാണ് ഈ സൈക്കിളിൻ്റെ സൈക്കിൾ പണയം വെച്ചിട്ടുണ്ട്. അപ്പം വാങ്ങിയ ആൾ വേഗം 200 രൂപ കൊടുത്തു. അപ്പോൾ ഇയാൾക്ക് വന്നിട്ട് എനിക്ക് സൈക്കിൾ വേണ്ടാന്ന് പറയാൻ പറ്റില്ല. എന്താണ് ഇത്? അതായത് നോൺ എക്സിസ്റ്റൻസ് ഓഫ് എൻകംബ്രൻസസ് ആണ്. അതൊരു വാറണ്ടി മാത്രമാണ്, കണ്ടീഷനല്ല. അതുകൊണ്ട് വാങ്ങിയ ആൾക്കത് സൈക്കിൾ വേണ്ട, നിങ്ങളുടെ ശല്യം ആൾക്കാർ ടൗണിൻ്റെ നടുവ് തന്നെ പിടിച്ചു വെച്ചു എന്നൊക്കെ അങ്ങനെ പറയാൻ പറ്റില്ല. യു ക്യാൻ ആസ്ക് ഫോർ ഡാമേജസ്. ഒരു ഡാമേജസ് ചോദിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇനി അടുത്തത് വാറണ്ടി ആസ് ടു ക്വാളിറ്റി ഓഫ് ഫിറ്റ്നസ് ബൈ യൂസേജ് ഓഫ് ട്രേഡ്. അതാണ് മൂന്നാമത്തത്. ഈ യൂസേജ് ഓഫ് ട്രേഡ് ഒരു കച്ചവട സമ്പ്രദായമാണ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഞാൻ സ്ഥിരമായിട്ട് കാശ്മീരിൽ നിന്ന് ഓറഞ്ചസ് വാങ്ങാറുണ്ട് എല്ലാ കൊല്ലവും. ഇതിവിടെ കേരളത്തിൽ വിൽക്കും. അപ്പോൾ അവരവിടുന്ന് പച്ച ഓറഞ്ചാണ് പാക്ക് ചെയ്യുക, ഗ്രീൻ കളർ. ഇവിടെ എത്തുമ്പോഴേ കറക്റ്റ് പഴുപ്പാവും. അപ്പോൾ നല്ല ഓറഞ്ചസ് ആയിരിക്കും. ദാറ്റ് വാസ് ദ യൂസേജ് ഓഫ് ട്രേഡ്. കച്ചവട സമ്പ്രദായം അങ്ങനെയായിരുന്നു. ഇപ്രാവശ്യം ഞാൻ വാങ്ങുമ്പം അയാൾ പഴുത്ത ഓറഞ്ച് വെച്ചു. ഓറഞ്ച് മോഡോടെ എത്തി, ഫുൾ കെട്ടുപോയി. അപ്പോൾ എനിക്ക് കരാറ് ഫുൾ ക്യാൻസൽ ചെയ്യാനും ബാക്കിയുള്ള ഓറഞ്ച് മടക്കിയെടുക്കുമെന്നും പറയാൻ പറ്റില്ല. യു ക്യാൻ ഓൺലി ആസ്ക് ഫോർ ഡാമേജസ്. അപ്പം വാറണ്ടി ആസ് ടു ക്വാളിറ്റി ഓഫ് ഫിറ്റ്നസ്. ക്വാളിറ്റി ഓഫ് ഫിറ്റ്നസ് പണ്ട് മുതലേ യൂസേജ് ഓഫ് ട്രേഡ് പ്രകാരം ഈ പച്ച ഓറഞ്ച് അയക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് ഇവിടെ എത്തി നല്ല പഴുത്ത ഓറഞ്ച് നമുക്ക് കിട്ടും. സോ implied warranty as to quality of fitness for a particular purpose may be annexed by usage of trade. അപ്പോൾ ക്വാളിറ്റി ഓഫ് ഫിറ്റ്നസ് ബൈ യൂസേജ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞാൽ ഈ എക്സാമ്പിൾ എഴുതിയാലും മതി കുട്ടികളെ. അത് എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടും. പിന്നെ നാലാമത്തെ പോയിൻറ്റ്, ഡിസ്ക്ലോഷർ ഓഫ് ഡേഞ്ചറസ് നേച്ചർ ഓഫ് ദ ഗുഡ്സ്. ഡേഞ്ചറസ് നേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ അത് വളരെ ഡേഞ്ചർ ഉണ്ട് എന്ന് നമ്മൾ പറയും. ഫോർ എക്സാമ്പിൾ വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. ഞാൻ പോയി ഒരു പശുവിനെ വാങ്ങുക, ഒരാളത്തും പശുവിനെ വാങ്ങുക. അപ്പോൾ അയാൾ ശരിയെന്ന് വന്ന് പൈസയൊക്കെ കൊടുത്ത് ഞാൻ വീട്ടിലേക്ക് അയാൾ തന്നെ വീട്ടിൽ കൊണ്ട് കെട്ടി തന്നു പശുവിനെ. ചെറിയ കയറിട്ട് ക്ലോസ് ആയിട്ട് കെട്ടി, അതവിടെ ഓടിപ്പോകാൻ അധികം ഓടാൻ പറ്റാത്ത പോലെ. അപ്പം പിറ്റേ ദിവസം ഞാൻ കയറൊക്കെ അയച്ചു നോക്കുമ്പോൾ പശു ഓടി വന്ന് എന്നെ കുത്തി, എനിക്ക് കോമ്പൗണ്ട് ഫ്രാക്ചർ, ഞാൻ ഹോസ്പിറ്റലായി.
ഹോസ്പിറ്റലിൽ തന്നെ പലരും കാണാൻ വന്നു. പലരും നിങ്ങളല്ലാത്ത ഒരാൾ ഈ പശുവിനെ വാങ്ങും, ഇത് നാട്ടുകാർ മുഴുവൻ കുത്തിയിട്ട് ഭയങ്കര ശല്യമായിട്ട് അയാൾ വിറ്റതാണ്. അപ്പോൾ ഈ ഡേഞ്ചറസ് നേച്ചർ ഓഫ് ദ ഗുഡ്സ് അയാൾ എന്നോട് പറഞ്ഞില്ല. പശുവിന് ഇങ്ങനെ ഡേഞ്ചറസ് നേച്ചർ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അയാൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഡിസ്ക്ലോസ് തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഹോസ്പിറ്റലൈസ് എനിക്ക് 10,000 രൂപ ഹോസ്പിറ്റലിൽ ചിലവായി. ആ ചിലവായി അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ പശുവിനെ മടക്കിയെടുത്തോന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഡിസ്ക്ലോസ് ഓഫ് ഡേഞ്ചറസ് നേച്ചർ ഒരു വാറണ്ടി മാത്രമാണ്, കണ്ടീഷനല്ല. അപ്പം നമ്മൾ അയാളോട് പറയും എനിക്ക് ഹോസ്പിറ്റലിൽ ചിലവായ പൈസ ഇത്രയുണ്ട്, എനിക്ക് വേദന അനുഭവിച്ചതിൻ്റെ പൈസ ഇത്ര വേണം, അതിലും കൂടി നിങ്ങളൊരു 20,000 രൂപ എനിക്ക് നഷ്ടപരിഹാരം തരണം എന്ന് എനിക്ക് പറയാം. എന്തുകൊണ്ട്? ബിക്കോസ് ഹി ഡിഡ് നോട്ട് ഡിസ്ക്ലോസ് ദ ഡേഞ്ചർ ഓഫ് നേച്ചർ ഓഫ് ദ ഗുഡ്സ് വിച്ച് ഇസ് ഓൺലി ആൻ ഇംപ്ലൈഡ് വാറണ്ടി. ഇംപ്ലൈഡ് വാറണ്ടി എന്ന് പറഞ്ഞാൽ യു കൻ നോട്ട് റിജക്ട് ദ ഗുഡ്സ് ആൻഡ് ക്ലെയിം ബാക്ക്, യു കൻ നോട്ട് ക്യാൻസൽ ദ കോൺട്രാക്ട്, യു കൻ ഓൺലി ആസ്ക് ഫോർ ഡാമേജസ്. അപ്പോൾ ആ പോയിന്റ് നിങ്ങൾ എന്താ എഴുതുക? ഡിസ്ക്ലോഷർ വെളിപ്പെടുത്തുക. The dangerous nature of the goods. The goods are dangerous. The buyer is ignorant of the danger. ബയർക്ക് ഡേഞ്ചറിനെ കുറിച്ച് അറിയേയില്ല. സെല്ലർ മസ്റ്റ് വോൺ ദ ബയർ. സെല്ലർ വോൺ ചെയ്യണം, ദാ ശ്രദ്ധിക്കണേ, അയാൾ കുത്തുന്ന പശുവാണേ ഒന്നും അയാൾ പറഞ്ഞില്ല. സോ ഇറ്റ് ഈസ് എ ബ്രീച്ച് ഓഫ് വാറണ്ടി. അപ്പോൾ സെല്ലർ ബ്രീച്ച് ഓഫ് വാറണ്ടി കമ്മിറ്റ് ചെയ്തു. അതുകൊണ്ട് ബയർക്ക് എന്ത് ചോദിക്കാം? നഷ്ടപരിഹാരം ചോദിക്കാം. സോ യു ഫിനിഷ് ദാറ്റ് ആൻസർ ഓൾസോ. താങ്ക് യു ചിൽഡ്രൻ. Implied warranties.